ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 31ാമത്തെ ശ്ലോകം നോക്കാം. അഹോതി ധന്യാ വ്രജഘോരമണ്യ സ്തന്യാമൃതം പീതമതീവ തേ മുദാ യാസാം വിഭോ വത്സതരാത്മജാത്മന യതൃപ്തയേദ്യാപി ചാലമധ്വരാ. ഇനിയുള്ള അടുത്ത 7 ശ്ലോകങ്ങൾ കൊണ്ട് നമുക്ക് ഏത് രൂപത്തിൽ അല്ലെങ്കിൽ ഏത് വർഗത്തിൽ, അത് മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, വൃക്ഷങ്ങളായിക്കോട്ടെ, പക്ഷികളായിക്കോട്ടെ, ഏത് രൂപത്തിൽ നമുക്ക് ജന്മം കിട്ടിയാലും അതൊരു പക്ഷേ ദേവന്മാരായി ജനിക്കുകയാണെങ്കിലും അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും നമുക്ക് ഭഗവാനെങ്കിൽ ഭക്തി ഉണ്ടായി കിട്ടുക എന്നുള്ളത്. അങ്ങനെയൊന്ന് ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഉണ്ടായാൽ ആ ജന്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് ഇനിയുള്ള ഒരു 7 ശ്ലോകങ്ങൾ കൊണ്ട് നമുക്ക് ശ്രീ വ്യാസഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ പറയുകയാണ്, അഹോ അതിധന്യ. അഹോ അതിധന്യ. അഹോ അവിടെ ഒരു ആശ്ചര്യത്തെ സൂചിപ്പിക്കുകയാണ്. അത്യാശ്ചര്യകരം തന്നെ. അതിധന്യ, അത്യധികം ധന്യാത്മാക്കളായിരിക്കുന്നു, കൃതാർത്ഥകളാകുന്നു. വ്രജഗോരമണ്യ, ആ വ്രജത്തിലെ ഗോകുലത്തിലെ ഗോരമണ്യ, ഗോക്കളും രമണിമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ, അവരൊക്കെ അത്യധികം കൃതാർത്ഥകളാകുന്നു, ധന്യാത്മാക്കളാകുന്നു. സ്തന്യാമൃതം പീതമതീവ തേ മുദാ. സ്തന്യാമൃതം, അമൃതത്തിന് തുല്യമായിട്ടുള്ള സ്തന്യം, മുലപ്പാൽ. പീതമതീവ, പീതം അതീവ, പീതം എന്ന് പറഞ്ഞാൽ കുടിക്കുക, പാനം ചെയ്യപ്പെട്ടു. അതീവ എന്ന് പറഞ്ഞാൽ അത്യധികം. തേ മുദ, തേ എന്ന് പറഞ്ഞാൽ അവർക്ക്, മുദ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി, അതീവ സന്തോഷത്തോടുകൂടി അമൃതതുല്യമായ മുലപ്പാല് പാനം ചെയ്യപ്പെട്ടു. യാസാം വിഭോ, യാസാം ഭഗവാനെ, യാതൊരുത്തരുടെ, യാസാം എന്ന് പറഞ്ഞാൽ യാതൊരുത്തരുടെ അമൃതതുല്യമായ ആ പാല് പാനം ചെയ്യപ്പെട്ടുവോ. വിഭോ, അല്ലയോ ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ. ഇവിടെ സർവ്വരൂപത്തിലും ഇപ്പോൾ ഗോകുലത്തിൽ ശോഭിക്കുന്നത് ഭഗവാനാണ്. ഗോക്കളായിട്ട്, അതുപോലെ തന്നെ ഗോകിടാങ്ങളായിട്ട്, ഗോപാലകന്മാരായ ബാലകന്മാരായിട്ട് ഒക്കെ ഇപ്പോൾ ശോഭിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് വിഭോ, സർവവ്യാപിയായുള്ളവനെ. വത്സതരാത്മജാത്മന, വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ. വത്സതരാത്മജാത്മന, ആ പശുക്കുട്ടികളുടെയും അതുപോലെ തന്നെ ആത്മജ എന്ന് പറഞ്ഞാൽ ആ ഗോപബാലന്മാരായിട്ട്, ഗോപകുമാരന്മാരായിട്ടുമൊക്കെ ഇപ്പോൾ ഇങ്ങനെ എല്ലാ രൂപത്തിലും അവിടെ ശോഭിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ. യതൃപ്തയേദ്യാപി, യതൃപ്തയെ, യതൃപ്തയെ യാതൊരാളിൻ്റെ തൃപ്തിക്കായിക്കൊണ്ട്, യതൃപ്തയെ യദ്യാപി, യതൃപ്തയെ അദ്യാപി,
അദ്യ ഇപ്പോൾ, അപി ഇപ്പോഴും. അപ്പോൾ യാതൊരാളിൻ്റെ തൃപ്തിക്കായിക്കൊണ്ട് ഇപ്പോഴും ന ചാലമധ്വര, ന ചാലം അധ്വര. അധ്വര എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ. ഇപ്പോഴും യാതൊരാളുടെ തൃപ്തിക്കായിക്കൊണ്ട് യാഗങ്ങൾ പര്യാപ്തമല്ലയോ. ന ച അലം എന്ന് പറഞ്ഞാൽ തീർത്തും പര്യാപ്തമല്ലാതെ ഇരിക്കുന്നു. യാതൊരാളിൻ്റെ തൃപ്തിക്കായിക്കൊണ്ട് ഇപ്പോഴും ഈ യാഗങ്ങൾ പോലും പര്യാപ്തമല്ലാതെയായിരിക്കുന്നുവോ. അങ്ങനെയുള്ള ഭഗവാനെ, ആ ഭഗവാന് തങ്ങളുടെ അമൃതതുല്യമായ, ആ അമൃതതുല്യമായത് എന്തുകൊണ്ടാണ്? പാനം ചെയ്യപ്പെട്ടത് ഭഗവാനാലാണ്. അതുകൊണ്ട് തന്നെ അമൃതതുല്യമായിട്ടുള്ള ആ പാല് ഭഗവാനെ അവിടുത്തെ കുടിപ്പിക്കുവാൻ കഴിഞ്ഞ ആ സ്ത്രീകളും, ഗോകുലത്തിലെ സ്ത്രീകളും അതേപോലെ പശുക്കളുമൊക്കെ അതീവ കൃതാർത്ഥകളാണ്, ധന്യാത്മാക്കളാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇവിടെ ഭഗവാനും ഭഗവാന്റെ സുഹൃത്തുക്കളും കൂടി വനത്തിൽ പോയപ്പോൾ ഈ പശുക്കുട്ടികളുമായിട്ടാണ് മേയ്ക്കുവാൻ കൊണ്ടുപോകുന്നത്. ഈ പശുക്കുട്ടികളെയാണ് നഷ്ടപ്പെട്ടത്. തിരികെ വരുമ്പോൾ പശുക്കുട്ടികളില്ലാതെ വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഓരോ പശുക്കിടാവായിട്ടുമാണ് ഇവിടെ തിരികെ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഗോപബാലന്മാർ, അവരെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ അമ്മമാരുടെ വേദന തനിക്ക് കാണുവാൻ വയ്യ. ഭഗവാൻ സ്വയം തൻ്റെ മായ കൊണ്ട് ആ ഗോപബാലന്മാരായിട്ടും ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ നോക്കൂ, ഇവിടെ പശുക്കൾ ധന്യാത്മാക്കളാണ്. എന്താ? തങ്ങളുടെ ഈ അമൃതതുല്യമായ സ്തന്യം പാനം ചെയ്യുന്നത് പശുക്കുട്ടികളുടെ രൂപത്തിൽ വന്നിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ പാലൂട്ടാൻ കഴിഞ്ഞ ആ പശുക്കൾ അതീവ കൃതാർത്ഥകളാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള വ്രജത്തിലെ ഗോപസ്ത്രീകൾ. തങ്ങളുടെ ഉണ്ണികളായി തങ്ങളുടെ മടിയിൽ കയറിയിരുന്ന് പാല് കുടിക്കുന്നത് അതേ രൂപം പൂണ്ട ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഇന്നലെ വരെ ഇങ്ങനെയായിരുന്നില്ല ഈ പശുക്കൾക്കും ഗോപസ്ത്രീകൾക്കും. ഇന്നെന്തോ പറഞ്ഞറിയിക്കാനാവാത്ത വിധത്തിലുള്ള ഒരു ആനന്ദ നിർവൃതി തങ്ങളുടെ ഉണ്ണികളെ മടിയിലെടുത്തിരുത്തി പാല് കൊടുക്കുമ്പോൾ ആ അമ്മമാരനുഭവിക്കുന്നു. തങ്ങളുടെ പശുക്കിടാങ്ങൾ വന്ന് അകിടിൽ തട്ടി പാൽ ചുരത്തി അത് ആ പാൽ കുടിക്കുമ്പോൾ പശുക്കൾ അനുഭവിക്കുന്നു ഇന്നലെ വരെ ഇല്ലാതെ ഇരുന്ന ഒരു ആനന്ദ നിർവൃതി. ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, എല്ലാം അവിടുത്തെ ഒരു മായയാണ്. അപ്പോൾ ഈ ജന്മത്തിൽ ഇങ്ങനെ ഭഗവാന് തന്നെ എല്ലാം സമർപ്പിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, ഏറ്റവും ഉദാത്തമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അത് ഭഗവാന് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, അതിൻ്റെ ആ ആനന്ദ നിർവൃത്തി നുകരാൻ കഴിഞ്ഞാൽ ഈ ജന്മം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇവിടെ പശുക്കൾക്കാണെങ്കിലും ആ ഗോപസ്ത്രീകൾക്കാണെങ്കിലും അല്പം പോലും കലർപ്പില്ലാത്തതായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമൃതതുല്യമായിട്ടുള്ള തങ്ങളുടെ മുലപ്പാൽ തന്നെ ആ ഭഗവാനെ കുടിപ്പിക്കുവാൻ കഴിഞ്ഞപ്പോൾ, അതിലൂടെ ആ ആനന്ദ നിർവൃതി അടയുവാൻ കഴിഞ്ഞപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ജന്മം അഹോഭാഗ്യം. അവർക്ക് കിട്ടിയത് എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു നിർവൃത്തിയാണ്, ആനന്ദമാണ് അവരനുഭവിച്ചത്. അതുകൊണ്ടാണ് ഗോകുലത്തിലെ മറ്റുള്ളവരെ ഒന്നും ഈ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയില്ല. പകരം സ്ത്രീകളെയും പശുക്കളെയും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞത്. അവർ അതിധന്യ, അഹോ അതിധന്യ, അത്യാശ്ചര്യകരം തന്നെയാണ്. അവർ അതിധന്യാത്മാക്കളാണ്. അവരനുഭവിച്ചതാകട്ടെ അതീവമുദ, ഏറ്റവും സന്തോഷത്തോടുകൂടി ആനന്ദത്തെ അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. യശോദാമ്മയ്ക്ക്
ഈ ഉണ്ണിയെ മടിയിലിരുത്തി പാലൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ നിർവൃതി എത്രമാത്രമാണോ, ഇന്ന് അതേ ആനന്ദ നിർവൃതി ഈ പശുക്കൾക്കും ആ ഗോപസ്ത്രീകൾക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഭഗവാൻ അങ്ങനെയൊരു കടാക്ഷം അവരിൽ ചൊരിഞ്ഞിരിക്കുന്നു, ഒരു അനുഗ്രഹത്തെ ചൊരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ ശ്ലോകം സമർത്ഥിക്കുകയാണ്, ഈ ജന്മം തന്നെയാണ് ആ പശുക്കളുടെയും ഗോപസ്ത്രീകളുടെയും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മം. നമുക്കുമൊക്കെ ഏറ്റവും കലർപ്പില്ലാത്തതായിട്ടുള്ളത് എന്താണോ, ഒട്ടും മായം കലരാത്തത് ഭഗവാന് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, അത്ര അടിയുറച്ച ഒരു ഇളക്കം തട്ടാത്ത ഒരു ഭക്തി ഭഗവാനോടുണ്ടായാൽ അതേത് ജന്മത്തിലായിക്കോട്ടെ ആ ജന്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ഈ ശ്ലോകം നമ്മളോട് പറയാതെ പറഞ്ഞു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഹോതി ധന്യ വ്രജഗോരമണ്യ സ്തന്യാമൃതം പീതമതീവ തേ മുദാ യാസാം വിഭോ വത്സതരാത്മജാത്മന യതൃപ്തയേദ്യാപി ന ചാലമധ്വരാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അഹോതിധന്യ, അഹോ അതിധന്യാണ്, വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഓകാരം നീട്ടിയെടുക്കണം. അതേപോലെ വ്രജഗോരമണ്യ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സ്തന്യാമൃതം, സ്തന്യം അമൃതം, അവിടെ അകാരം നീട്ടിയെടുക്കുക. പീതമതീവ, പീതം അതീവാണ്, മായയുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ വത്സതരാത്മജാത്മന, അവിടെ വത്സതര ആത്മജ ആത്മന, അകാരം നീട്ടിയെടുക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെയാണ് യതൃപ്തയോദ്യാം, യതൃപ്തയേദ്യാപി, യത് തൃപ്തയെ അദ്യ അപിയാണ്. അപ്പോൾ യതൃപ്തയ, അവിടെ താ കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യതൃപ്തയേദ്യാപി, വിശ്ലേഷണമുള്ളത് കൊണ്ട് തന്നെ ഏകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ചാലമധ്വര, മായയുടെ അകാരം ശ്രദ്ധിക്കുക. ന ച അലം അധ്വര ആണ്, അവിടെ പദം പിരിക്കാതെ വായിക്കണം. ചാലമധ്വര, മായയുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ അധ്വരാ, ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക. ഇനി അടുത്തത് 32ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.